വില്ലേജ് ഓഫീസ് ഫീൽഡ് അസിസ്റ്റന്റുമാർ നിസ്സഹകരണ സമരം തുടരുന്നതിനാൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിൽ. തൊഴിൽ മാനുവലിൽ പറയാത്ത ജോലികൾ ചെയ്തിട്ടും സ്ഥാനക്കയറ്റവും തത്തുല്യമായ ശമ്പളവും ലഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാരുടെ സംഘടനയായ കേരള റവന്യൂ വില്ലേജ് സ്റ്റാഫ് ഓർഗനൈസേഷനാണ് നിസ്സഹകരണ സമരം നടത്തുന്നത്. മുൻപ് ചെയ്തിരുന്ന ലൊക്കേഷൻ സ്കെച്ച് നൽകൽ, സർവേ സ്കെച്ച് തയ്യാറാക്കൽ, മേൽ ഓഫീസുകളിലേക്ക് ഫയലുകൾ തയ്യാറാക്കൽ, നികുതി പിരിച്ചെടുക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യാതെയാണ് ഇവരുടെ സമരം. വില്ലേജ് മാനുവലിൽ പറയുന്ന നോട്ടീസ് നടത്തൽ മാത്രമാണ് ഇവരിപ്പോൾ ചെയ്യുന്നത്. ജനുവരി 1 മുതലാണ് ഈ ചട്ടപ്പടി സമരം ആരംഭിച്ചത്. ഇതോടെ വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം അപ്പാടെ താളം തെറ്റി. ഈ വില്ലേജ് മാനുവൽ പ്രകാരം നിർണയിച്ച് നൽകിയിട്ടുള്ള നോട്ടീസ് നടത്തൽ, കരണ്ട് രസീത് എഴുതൽ, അതുപോലെ തന്നെ തുക ഖജനാവിന് കൊടുക്കാൻ വില്ലേജ് ഓഫീസറെ സഹായിക്കൽ, ഈ ജോലികളിലേക്ക് ഒതുങ്ങുന്നത് മൂലം, ഈ ജോലികളിലേക്ക് മാത്രം ചെയ്യുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും നാൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമാർ അവർക്ക് നിർണ്ണയിച്ച് നൽകാത്ത സ്പെഷ്യൽ വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ വില്ലേജ് അസിസ്റ്റന്റും ഒക്കെ ചെയ്യേണ്ടിയിരുന്ന ജോലികൾ ക്രമമായി ചെയ്തു വന്നതുകൊണ്ടാണ് വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഇത്രയെങ്കിലും നടന്നു വന്നിരുന്നത്. LDC തസ്തികയ്ക്ക് തുല്യമാണ് വില്ലേജ് സ്റ്റാഫ് അസിസ്റ്റന്റ്മാരുടെ യോഗ്യത. വില്ലേജ് ഓഫീസുകൾ ആരംഭിച്ച കാലത്താണ് സർക്കാർ 2 വീതം വില്ലേജ്മാൻമാരെ നിയമിച്ചത്. ഇവരെ പിന്നീട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്മാരാക്കുകയായിരുന്നു. മാനുവലിൽ പറയാത്ത തൊഴിലിന് നിയമസംരക്ഷണം ഉറപ്പുവരുത്താതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് ഇവരുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.